അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കൊരു വ്ളോഗ് തന്നെ എടുക്കാമെന്ന്. കുറേ നാളായി ഉച്ചയ്ക്കുള്ളൊരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മുട്ടപ്പത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയും അതുപോലെ തന്നെ സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 മുട്ടപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരെണ്ണം ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ അത് കുറച്ച് വലുതായി പോയി. അപ്പോൾ അത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ചെറുത് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതും കൂടെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടപ്പൻ രണ്ടും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കറികൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പിലിട്ടൊരു നെല്ലിക്ക എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലപോലെ ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ കുറച്ച് സാമ്പാർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റൂനി മുളക് ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കാന്താരി മുളക്. അപ്പോൾ അതൊരു 3 എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എരിവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പക്കായും പയറും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. നമ്മുടെ നാടനല്ലേ, നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നാരങ്ങച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു പീസ് എടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചാറും അതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മുട്ടപ്പവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വെറുതെ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്പ്രേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഇവിടെ കിട്ടിയിട്ട് ഞാൻ തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നും മറക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ബോക്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉള്ളിൽ. പക്ഷേ മൂടിയൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നിയിട്ടോ. പിന്നെ പുറത്തെടുത്തപ്പോഴാണ് നല്ല അടിപൊളി സ്പ്രേ ആയിരുന്നു. എനിക്ക് ഇതിൻ്റെ ബോട്ടിലാട്ടോ ഏറ്റവും ഇഷ്ടമായത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആകാശമല്ലിയൊക്കെ ഇവിടെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. കാരണം അടിയിലൊക്കെ ഇഷ്ടംപോലെ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നത് കാണാനായിട്ട് തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭംഗി കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മുടെ അടീനിയൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നടക്കായിരുന്നു. അങ്ങനെ കുറച്ച് പച്ചമുളക് പൊട്ടിച്ചു. കാരണം കറി ഉണ്ടാക്കാനായിട്ടാണ്. വൈകിട്ട് വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു 4 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറിക്ക് വേണ്ടി കുറച്ച് പച്ചമുളക് വേണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പഴുത്തിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പാവണം, അത്യാവശ്യം മുളക് ചെടിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ തൈകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മുളകുകളൊക്കെ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ മുട്ടക്കറി ഞാൻ വേഗം റെഡിയാക്കിയിട്ടു. അപ്പോഴേക്കും വെള്ളപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ളപ്പം നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കൊന്നുമില്ല കേട്ടോ. എന്നാലും നിങ്ങളുടെ വെള്ളപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഈ പാനിൽ ഉണ്ടാക്കുന്ന കാരണമാണ് ഇത്രയും കുറച്ച് കുറവ്. എന്നാലും നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടലുണ്ട് കേട്ടോ. ഇപ്പോൾ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കലില്ല, ഇപ്പോൾ പാനിലാണ് മിക്കതും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വെള്ളപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഊതി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വെള്ളപ്പൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ.